നമ്മളിന്ന് ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് S6 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിങ്ങിലെ ട്രാൻസിഷൻ കേർവ്സ് ആണ് കേട്ടോ. അപ്പം ട്രാൻസിഷൻ കേർവ്സ് എന്താണ്? ട്രാൻസിഷൻ കേർവ്സ് പേരിൽ തന്നെ ഉണ്ട്. ട്രാൻസിഷൻ ബിറ്റ്വീൻ സംതിങ്, എന്ത് തമ്മിലുള്ള ട്രാൻസിഷൻ ആണെന്നുള്ളതാണ് നമ്മൾ ട്രാൻസിഷൻ കേർവ്സിൽ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പം നമുക്കിപ്പം ഒരു സ്ട്രെയിറ്റ് റോഡ് ഉണ്ടെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ സ്ട്രെയിറ്റ് റോഡ്. നമ്മുടെ സ്ട്രെയിറ്റ് റോഡാണ്. ഈ സ്ട്രെയിറ്റ് റോഡിന് അടുത്ത് തന്നെ നമുക്കൊരു ഹൊറിസോണ്ടൽ കേർവ് നമ്മുടെ കൺസ്ട്രക്ഷനിൽ വരികയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ സ്ട്രെയിറ്റ് റോഡിൽ വരുന്ന വാഹനത്തിന് നമ്മൾ വീണ്ടും ഹൊറിസോണ്ടൽ കേർവിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ പെട്ടെന്നൊരു ചേഞ്ചാണ്. അപ്പോൾ ആ സഡൻ ചേഞ്ച് കാരണം എന്താ പറ്റുന്നത്? ആ പാസഞ്ചറിന് അതുപോലെ തന്നെ ഡ്രൈവറിന് ഭയങ്കര ഡിസ്കംഫോർട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഈ സ്ട്രെയിറ്റ് റോഡും നമ്മുടെ ഹൊറിസോണ്ടൽ കേർവിൻ്റെയും ഇടയ്ക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന കേർവിനെയാണ് ട്രാൻസിഷൻ കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ കേർവും ആൻഡ് ഇത് നമ്മുടെ സ്ട്രെയിറ്റ് റോഡുമാണ്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന കേർവിനെയാണ് നമ്മൾ ട്രാൻസിഷൻ കേർവ് എന്ന് പറയുന്നത്. അപ്പോൾ LS എന്ന് പറഞ്ഞാൽ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ കേർവ് ഓഫ് റേഡിയസ് R. ഇതാണ് ഹൊറിസോണ്ടൽ കേർവ് ഓഫ് റേഡിയസ് R. ഇത് സ്ട്രെയിറ്റ് റോഡ്, ഇത് ഹൊറിസോണ്ടൽ കേർവ്. ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ട്രാൻസിഷൻ കേർവ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി നമ്മൾ ട്രാൻസിഷൻ കേർവിൻ്റെ പ്രത്യേകത, മെയിനായിട്ടുള്ള പെക്യുലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസിഷൻ കേർവിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് റോഡാണ്. അതുകൊണ്ട് അവിടെ അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. പക്ഷെ പിന്നീട് നമ്മൾ അങ്ങോട്ട് ട്രാവേഴ്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ എൻഡ് പോയിൻ്റ് എത്തുമ്പോഴത്തേക്ക് ഈ റേഡിയസ് ഇൻഫിനിറ്റിയിൽ നിന്ന് കുറഞ്ഞ് ഹൊറിസോണ്ടൽ കേർവിൻ്റെ റേഡിയസ് ആയിട്ട് മാറും. അപ്പം എൻഡ് പോയിന്റിൽ ഹൊറിസോണ്ടൽ കേർവിൻ്റെ റേഡിയസും സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ഇൻഫിനിറ്റിയാണ് റേഡിയസ്. ഇതാണ് ട്രാൻസിഷൻ കേർവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമ്മൾ ട്രാൻസിഷൻ കേർവ് എന്തിനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സ്ട്രെയിറ്റ് റോഡിൽ നിന്ന് വേഗം ഹൊറിസോണ്ടൽ കേർവിലേക്ക് കയറുമ്പോൾ എന്താണ്? സെൻറ്ററിൽ നിന്ന് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം, അത് കാരണം നമ്മുടെ പാസഞ്ചറിനും അതുപോലെ തന്നെ ഡ്രൈവറിനും ഒക്കെ ഡിസ്കംഫോർട്ട് ഉണ്ടാകും. അത് അവരുടെ ഡ്രൈവിങ്ങിനെയും ഒക്കെ ബാധിക്കാം. അപ്പോൾ അത് കാരണം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പതുക്കെ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക. അതായത് ഫസ്റ്റ് പർപ്പസ് ഇസ് ഈക്വൽ ഇസ് ദ സ്ലോ ഇൻട്രൊഡക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. അതാണ് ഫസ്റ്റ് പർപ്പസ്. ദെൻ സെക്കൻഡ് പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഹൊറിസോണ്ടൽ കേർവ് ആകുമ്പോഴത്തേക്ക് ബാങ്കിങ് ഓഫ് റോഡ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് ഔട്ടർ എഡ്ജ് എപ്പോഴും ഇന്നർ എഡ്ജിനേക്കാളും കുറച്ച് എമൗണ്ട് ക്യാപിറ്റൽ E റേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സൂപ്പർ എലിവേഷനും പതുക്കെ മതി, നമുക്ക് പെട്ടെന്ന് വേണ്ട. പെട്ടെന്നാണെങ്കിൽ അത് ഭയങ്കര ഡിസ്കംഫോർട്ട് ഉണ്ടാകും. അപ്പോൾ സ്ലോ ഇൻട്രൊഡക്ഷൻ ഓഫ് എന്തും കൂടിയുണ്ട്? ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. ഇതാണ് സെക്കൻഡ് പർപ്പസ്. ദെൻ തേർഡ് പർപ്പസ് എന്ന് പറഞ്ഞാൽ കംഫോർട്ട്, നമുക്ക് ഈ യാത്രക്കാർക്കുള്ള കംഫോർട്ട്. ആൻഡ് ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ എസ്തെറ്റിക്സ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസിഷൻ കേർവ് കാരണം ഉള്ള അഡ്വാൻറ്റേജ്. അതായത് വൈ യു ആർ പ്രൊവൈഡിങ് ട്രാൻസിഷൻ കേർവ് എന്നുള്ള ക്വസ്റ്റ്യനുള്ള ആൻസറാണ് ഈ 4. നമുക്കിതിനകത്ത് തിയറി ആയിട്ട് വലുതായിട്ടൊന്നും ചോദിക്കാനില്ല. S6 ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഡിസൈൻ ഓഫ് ട്രാൻസിഷൻ കേർവ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ലെങ്ത്, ഈ LSൻ്റെ കാൽക്കുലേഷനാണ് കൂടുതലായിട്ടും ചോദിക്കാറ്. അത് ഒറ്റയ്ക്ക് ഒരിക്കലും ചോദിക്കാറില്ല. കാര്യം 10 മാർക്കിൻ്റെ essay ആയിട്ട് ചോദിക്കുമ്പം അതിലൊരു പോർഷനായിട്ടാണ് LS കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ബാക്കി 2 പോർഷൻ എന്ന് പറയുന്നത് ഇതായിരിക്കും. ഒന്ന് എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കാനും ഒന്ന് സൂപ്പർ എലിവേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും. അപ്പോൾ അത് രണ്ടും ഞാൻ ഈ പോർഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞാനിവിടെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പോർഷൻ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 4 ക്രൈറ്റീരിയയിൽ 2 ക്രൈറ്റീരിയ നമ്മൾ ലെങ്ത് കാൽക്കുലേഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ലെങ്ത് കാൽക്കുലേഷൻ, അതായത് ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ. കൺസിഡറിങ് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ, നമ്മുടെ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കേർവ് LS ഇസ് ഈക്വൽ ടു, നമുക്കൊരു ഫോമുലയുണ്ട്, V/CR. ഈ ഫോമുല ഡെറിവേഷൻ ഒന്നും വേണ്ട. V/CR, V is the speed of the vehicle, C is the centrifugal acceleration and R is the radius of the curve. ഈ കേർവിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ R. ഇനി ഈ C എന്ന് പറഞ്ഞാൽ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ആണ്. അത് കണ്ടുപിടിക്കാൻ വി ആർ ഹാവിങ് എ ഫോമുല 780 ഡിവൈഡഡ് ബൈ 75 പ്ലസ് V. അതായത്
വി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും 0.5-ൻ്റെയും 0.8-ൻ്റെയും ഇടയ്ക്ക് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് വി ക്യൂ ബൈ സി ആറിൽ സി എന്ന് പറയുന്നത് സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ ആണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് 80/75 + v ആൻഡ് സിയുടെ വാല്യൂ 0.5-ൻ്റെയും 0.8-ൻ്റെയും ഇടയ്ക്ക് വേണം. അപ്പോൾ ഈ കേസിൽ അതായത് ഇതെന്ന് പറഞ്ഞാൽ വി നമുക്ക് km/h മിക്കവാറും ക്വസ്റ്റ്യനിൽ തരുന്നത്. നമുക്ക് വേണ്ട ലെങ്ത് മീറ്ററിലാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്പീഡിനെ m/s കൺവേർട്ട് ചെയ്യണം. ഈ ഫോർമുലയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ. ഇനി കൺവേർട്ട് ചെയ്ത് യു ആർ ഹാവിങ് എ സിംപ്ലിഫൈഡ് ഫോർമുല 0.0215 v³/cr. ഈ ഫോർമുല യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട ആ തരുന്ന km/h വി ഇവിടെ ഇട്ട് കൊടുത്താൽ മതി. കൺവേർട്ട് ചെയ്തിട്ടുള്ള ഫൈനൽ ഫോർമുലയാണിത്. അപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ആക്സലറേഷൻ്റെ കാര്യം പറഞ്ഞു, v³/cr, സി കണ്ടുപിടിക്കുക, പിന്നെ കൺവേർട്ട് ചെയ്തിട്ടുള്ള സിംപ്ലിഫൈഡ് ഫോർമുല. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സൂപ്പർ എലിവേഷൻ. സൂപ്പർ എലിവേഷൻ എപ്പോഴും നമുക്കറിയാം. എന്താണ് സൂപ്പർ എലിവേഷൻ എന്ന് പറഞ്ഞാൽ ഔട്ടർ എഡ്ജ് ഇന്നർ എഡ്ജിനേക്കാളും നമ്മൾ ക്യാപിറ്റൽ ഇയിൽ റേസ് ചെയ്ത് കൊടുക്കും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്, ഇത് സ്മോൾ ഇ, ഇത് ബി, വിഡ്ത്ത് ഓഫ് ദ റോഡ്. അപ്പം വിഡ്ത്ത് ഓഫ് ദ റോഡ് കേർവിലാണല്ലോ നമ്മളിത് കൊടുക്കുന്നത്. വിഡ്ത്ത് എപ്പോഴും നമ്മുടെ വിഡ്ത്ത് ഓഫ് ദ റോഡ് ക്യാപിറ്റൽ W ആണെങ്കിൽ അതുകൂടാണ്ട് ഒരു WE എക്സ്ട്രാ വൈഡനിങ് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മുടെ വണ്ടിയുടെ ഒരു മെക്കാനിക്കൽ എക്സ്ട്രാ വൈഡനിങ്ങും സൈക്കോളജിക്കൽ എക്സ്ട്രാ വൈഡനിങ്ങും രണ്ടെണ്ണം ഉണ്ട്. അത് ചേർത്ത് നമ്മളൊരു എക്സ്ട്രാ വിഡ്ത്ത് കൊടുക്കാറുണ്ട് ഹൊറിസോണ്ടൽ കർവ്, അതുകൂടെ ചേർത്തിട്ടായിരിക്കും. അപ്പോൾ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഹിയർ W+WE ആയിരിക്കും. ഇനി ഈ ഫിഗറിൽ നിന്ന് നമുക്ക് ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ സൂപ്പർ എലിവേഷൻ. അത് നമുക്ക് ടാൻ തീറ്റ എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ സ്മോൾ ഇ ഈസ് ഈക്വൽ ടു, ഈ ട്രയാങ്കിളിൽ നിന്ന് ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ E/B, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ക്യാപിറ്റൽ ഇ ഈസ് ഈക്വൽ ടു സ്മോൾ ഇ ഇൻറ്റു ബി. ആൻഡ് ബി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തറിയാം, W+WE. പി എന്ന് പറഞ്ഞാൽ ടോട്ടൽ വിഡ്ത്ത് ഓഫ് ദ റോഡാണ്. അപ്പോൾ ഇതാണ് നമുക്ക് സൂപ്പർ എലിവേഷൻ മൊത്തത്തിലുള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് വി ക്യാൻ കാൽക്കുലേറ്റ് LS ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഇ ഇൻറ്റു എൻ. എൻ എന്ന് പറഞ്ഞാൽ സൂപ്പർ എലിവേഷൻ്റെ വാല്യൂ ആണ്. അതായത് ഓരോ ടൈപ്പ് ഓഫ് റോഡിനും നമുക്ക് 1/150, 1/200 എന്ന് പറഞ്ഞ് ഒരു IRC ഒരു ടേബിൾ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് എൻ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത്. അപ്പോൾ സോ ഇ ഈസ് ഈക്വൽ ടു, നമുക്ക് ഇക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, ഇൻറ്റു W+WE ഇൻറ്റു എൻ. അപ്പോൾ ഇതാണ് നമുക്കുള്ളത്. ഇനി നമുക്ക് ഈ സൂപ്പർ എലിവേഷൻ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ അറ്റൈൻ ചെയ്യാം. ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറ്റൈൻമെൻറ്റ് ഓഫ് സൂപ്പർ എലിവേഷനിൽ ഫസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ ഈ റോഡ് വേണമെങ്കിൽ നമുക്ക് ഒരു എഡ്ജിനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു സൈഡ് റേസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ. ഇനി അതല്ലെങ്കിൽ ഈ റോഡിൻ്റെ സെൻറ്ററിനെ റൊട്ടേറ്റ് ചെയ്ത് രണ്ട് സൈഡും റേസ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യത്തെ കേസിൽ നമ്മൾ ഒരിടത്ത് ക്യാപിറ്റൽ ഇ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു, ഇത് വിഡ്ത്ത് ബി. അതുപോലെ തന്നെ ഇവിടെ എന്ന് വെച്ചാൽ E/2 രണ്ടിടത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ രണ്ട് കേസ് നോക്കാം, റൊട്ടേഷൻ എബൌട്ട് ദ എഡ്ജും ആൻഡ് ഇത് എബൌട്ട് ദ സെൻറ്ററും, ഈ രണ്ട് കേസുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് LS ഇസ് ഈക്വൽ ടു, നമ്മൾ നേരത്തെ എഴുതിയ ഫോമുല എന്താണ്, E ഇൻറ്റു എൻ എന്നായിരുന്നല്ലോ, ദാറ്റ് ഇസ് ക്യാപിറ്റൽ ഇ ഇൻറ്റു W+WE ഇൻറ്റു എൻ. ഇതാണ് ജനറൽ കേസ്. അതായത് ഒരു എഡ്ജിന് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ കാൽക്കുലേറ്റ് ബൈ ദിസ് ഫോമുല, അതായത് ഇറ്റ് ഇസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ എഡ്ജ്. ഇനി ഇഫ് ഇറ്റ് ഇസ് റൊട്ടേറ്റഡ് അബൌട്ട് ദ സെൻറ്റർ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ E/2 ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. അപ്പോൾ അതായത് ഇവിടെ ഒരു E/2 കൊടുക്കണം, വിച്ച് വിൽ ബി ഈക്വൽ ടു W+WE ഇൻറ്റു n/2. ഇതാണെങ്കിൽ വെൻ റൊട്ടേറ്റഡ് അബൌട്ട് ദ സെൻറ്റർ. അപ്പോൾ ഈ രണ്ട് കേസ് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യനകത്ത് പറയും റൊട്ടേറ്റ് അബൌട്ട് ദ എഡ്ജ് ആണോ റൊട്ടേറ്റഡ് അബൌട്ട് ദ സെൻറ്റർ ആണെന്ന്. അപ്പോൾ ഈ രണ്ട് ഫോമുല, ഒരെണ്ണം എഡ്ജ് ആണെങ്കിൽ ഇ ഇൻറ്റു W+WE ഇൻറ്റു n കൊടുക്കുക, സെൻറ്റർ ആണെങ്കിൽ /2 കൊടുക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് കേസ്. ഇനി തേർഡ് കേസ് വളരെ എളുപ്പമാണ്. നമുക്ക് എംപിറിക്കൽ ഫോമുല വെച്ചിട്ട് LS is equal to 2.7 v²/r, where v is the speed and r is the radius. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്കറിയാം ക്രോസ് ലോ പല കേമ്പർ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെറൈനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്യും, പ്ലെയിൻ, റോളിംഗ്, മൗണ്ടൈനിയസ്, സ്ലീപ്പ്. ഇന്ന് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. അപ്പം പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈൻ ആണെന്ന് ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫോമുല യൂസ് ചെയ്യുക. ഇനി അതല്ല മൗണ്ടൈനിയസ് ആൻഡ് സ്റ്റീപ്പാണ് പറയുന്നതെങ്കിൽ v²/r കൊടുക്കുക, മൗണ്ടൈനിയസ് ആൻഡ് സ്റ്റീപ്പ്.
അപ്പം ഇതാണ് തേർഡ് കേസ്. 2.7 v²/r പ്ലെയിൻ ആൻഡ് റോളിംഗ്, v²/r മൗണ്ടനിയസ് ആൻഡ് സ്റ്റീപ്പ്. അപ്പോൾ നമുക്ക് 3 കേസിൽ കിട്ടി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രൊഡക്ഷൻ ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ v/cr, c 80/75+v. അങ്ങനെയെങ്കിലൊന്ന് നോക്കിക്കോളൂ, നമ്മൾ കൺവേർട്ട് ചെയ്ത ഫോമിൽ. ദെൻ സെക്കൻഡ് കേസിൽ നമുക്ക് LSൻ്റെ ഇത് കിട്ടി, ഫോർമുല. 2 കേസുണ്ട്. എഡ്ജ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുക, സെൻറ്റർ വെച്ച് റൊട്ടേറ്റ് ചെയ്യുക. എഡ്ജ് വെച്ചിട്ടാണെങ്കിൽ by2 വരത്തില്ല, സെൻറ്റർ വരുവാണെങ്കിൽ by2. കാര്യം നമ്മൾ e/2 ആണ് 2 എഡ്ജിലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന, ആഡപ്പ് ചെയ്ത് ക്യാപിറ്റൽ E കിട്ടാൻ വേണ്ടിയിട്ട്. തേർഡ് കേസ് എന്ന് പറഞ്ഞാൽ എംപിറിക്കൽ ഫോർമുലയാണ്. ടെറൈൻ അനുസരിച്ച് 2.7 v²/r v²/r. ഈ 3ഉം കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ ക്വസ്റ്റ്യനിൽ തരുന്ന എന്നിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും, വിഡ്ത്ത് തരും. ചിലപ്പം നിങ്ങൾ എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കേണ്ടി വരും, ചിലപ്പം അത് ഓൾറെഡി ഗിവൺ ആയിരിക്കും. പിന്നെ അത് ഇവിടെ പിന്നെ സ്പീഡും റേഡിയസും തരും. അത് വെച്ചിട്ട് നമുക്ക് 2 കേസ് കണ്ടുപിടിക്കാം. ഈ 3 കേസിലും LS കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ ഏറ്റവും ഹയർ വാല്യൂ ആണ് നമ്മൾ ഫൈനൽ ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവായിട്ട് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊരു 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ്റെ ഒരു പോർഷനാണ്. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പം സൂപ്പർ എലിവേഷൻ തരത്തില്ല, സൂപ്പർ എലിവേഷൻ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ തരും, അതുപോലെ തന്നെ എക്സ്ട്രാ വൈഡനിങ് കണ്ടുപിടിക്കുക. അപ്പോൾ അത് രണ്ടും കണ്ടുപിടിച്ച് ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുമ്പോൾ 10 മാർക്കിൻ്റെ ഒരു എസ്സേ ആവും. അപ്പം ലെങ്ത് ഓഫ് ദ ട്രാൻസിഷൻ കർവ് കണ്ടുപിടിക്കുന്ന പോർഷൻ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.